ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആളായാലും നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇതാ കാലത്ത് തന്നെ അരി അമ്മ അടുപ്പത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉപ്മാവാണ് കാലത്ത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറേ നാളെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കുറച്ച് ദിവസം മുന്നേ ഉപ്മാവ് തിന്നാൻ ഭയങ്കര പൂതി തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് വയറ്റിലെത്തണേക്കാളും മുന്നേ എന്നെ ഛർദ്ദിച്ച് പോയിട്ടോ. അത്ര കൊതിച്ചിട്ടുണ്ടാക്കിയതാണ്. ഇന്നെങ്ങനെയാവുമെന്ന് അറിയില്ല. എനിക്കിഷ്ടമാണ് കഴിക്കാനായിട്ട്. പക്ഷേ ഇനി വയറ്റിലുള്ള ആൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് എന്താവും എനിക്കറിയില്ല. അപ്പം നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്യുകയാണ്. അപ്പം ഞാൻ സവോള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഉണന്നിട്ട് അതൊന്ന് അരിയണം. അധികം എന്താ പറയുക, വെജിറ്റബിൾസ് ഒന്നും ഇടില്ല കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ആകെ സവോള മാത്രമാണ്, പിന്നെ നമ്മുടെ കടുക് പൊട്ടിക്കുക അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. കാരണം വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇവരാരും ഉപ്മാവ് കഴിക്കില്ല. ഇവരൊക്കെ മടിയന്മാരാണ് ഇവിടെ ഉള്ളവർ. പിള്ളേരുടെ കാര്യമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതാ ഞാൻ ആ റവ വറുത്ത ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉപ്മാവ് ഉണ്ടാക്കണത്. പിന്നെ കഴുകാനൊന്നും പോയില്ല, നമ്മൾ വീണ്ടും അതിലിടുന്നതല്ലേ. അപ്പോൾ അതാ കടുക് പൊട്ടിച്ചു, ഉഴുന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ടു. നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ പൊന്നൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്മാവ്. പൊന്നൂസ് ഇതാ പല്ലേക്കാനായിട്ട് ബ്രഷും കൈ പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ അതാ അപ്പുറത്തെ സൈഡിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുപ്പിലാവുമ്പോൾ നടുക്കിലത്തെ അടുപ്പിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചൂടായിക്കോളും. അപ്പോൾ മല്ലിവെള്ളം പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ചില ദിവസം മല്ലി, ചില ദിവസം ജീരകം, ചില ദിവസം തുളസിയില, പനിക്കൂർക്കയില, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് മാറിയാണ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ കാലത്ത് എൻ്റെ വശം ചായ കുടിക്കും 1 കപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം കുടിക്കട്ടെ, ചെറിയ ചൂടുവെള്ളം. കാരണം എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കാലത്ത് നമ്മളിങ്ങനെ ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് കുറച്ച് എനിക്ക് ഗ്യാസിനൊക്കെ വളരെ ഒരു ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനകത്ത് സ്വത്തുട്ടനെ വിളിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അമ്മ അവിടെയൊക്കെ തുടച്ചിടുകയാണ് കാലത്ത് തന്നെ. അമ്മ അവിടെ നിന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും വാർന്നിട്ടില്ല. പിന്നെ മഴക്കാലമായി കാരണം പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോൾ അതാ സ്വത്തുട്ട എനിട്ടിട്ടില്ല കേട്ടോ. സ്വത്തുട്ടിനെ വിളിക്കാൻ പോവാണ്. നല്ല പുതച്ച് മൂടി കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് കേട്ടോ. പക്ഷേ സ്കൂളില്ലാത്ത ദിവസം ഇവർ 6 മണിക്ക് 5:30 എണീക്കും. സ്കൂളുള്ള ദിവസം നമ്മളിങ്ങനെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. 1 മണിക്കൂർ നേരം വിളിച്ചാലാണ് എണീക്കുള്ളൂ. പൊന്നൂസ് അവിടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ. പൊന്നൂസ് ചേച്ചി പെണ്ണിൻ്റെ ഷർട്ടാണ് കേട്ടോ, യൂണിഫോമിൻ്റെ ഷർട്ടാണ് ഇട്ടേക്കണത്. ഒരാളിവിടെ കാലത്ത് തന്നെ എനിക്ക് പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട് ചീട്ടോണ്ട് വീടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആൾ പിന്നെ നേരത്തെ എണീക്കും, വലിയ സീനില്ല. ആദ്യം ഞാൻ ഇന്ന് ദിവസം തുടച്ചിരുന്നതാണ്. ഇപ്പം എനിക്ക് പറ്റണില്ല കേട്ടോ. കാരണം കാല് മുട്ട് മടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കാല് വേദന, എനിക്ക് എണക്കാൻ പറ്റില്ല കേട്ടോ. രാത്രി കഴിഞ്ഞ് കിടക്കാൻ പറ്റില്ല. പകലൊക്കെ ഇങ്ങനെ നടന്ന് പണി ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല. വൈകുന്നേരം എവിടെയെങ്കിലും കുത്തിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തുടങ്ങൂട്ട കാല് വേദന, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് കാരണം മുറ്റായാലും അകമായാലും മുറ്റം 2 ദിവസം കൂടുമ്പോഴേ അടിച്ച് വരുള്ളൂ. ഒന്നരാടം വലിയ കരടൊന്നും ഉണ്ടാവില്ല. പിന്നെ അകം എന്നും അടിച്ച് വാരും. തുടയ്ക്കൽ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൂടുമ്പോഴൊക്കെ കേട്ടോ. അത് അമ്മയ്ക്ക് ടൈം ഉണ്ടെങ്കിൽ അമ്മ തുടയ്ക്കും, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കൂടുമ്പോഴേ തുടയ്ക്കുള്ളൂ. കാരണം എനിക്കിപ്പോൾ തീരെ പറ്റുന്നില്ല കേട്ടോ. ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ ദിവസം 2 നേരം തുടച്ചിരുന്ന ആളാണ്. ഇപ്പം എനിക്ക് ഈ കാല് വേദന ഉള്ള കാരണം എനിക്ക് പറ്റില്ല. കാല് മുട്ട് മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട രാത്രി. അത് കാരണം ഞാൻ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. കാരണം എന്തെങ്കിലും ഉണ്ടായി ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പോൾ പൊന്നൂസ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് പല്ലേപ്പൊക്കെ കഴിഞ്ഞിട്ട്. ആൾ പിന്നെ എനിക്ക് വശം ഫസ്റ്റ് ചായ കുടിക്കും കേട്ടോ. എണീറ്റ വശം ആൾ കട്ടൻ ചായ ഒന്നും കുടിക്കില്ല, പാൽ ചായ കുടിക്കുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റും തേച്ച് ആൾ പല്ലേക്കാൻ പൊക്കോളും. അത് കഴിഞ്ഞ് എൻ്റെ പൊന്നൂസിന് അവിടെ കയറി ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ കയറ്റിയിരുത്തിയിട്ട് കുറച്ച് നേരം അവളുടെ ഒരു എന്താ പറയുക, അടുക്കളയിൽ അവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒതുങ്ങി ഇരുന്നോളും, പിന്നെ കുറുമ്പൊന്നും കാണിക്കില്ലേ പൊന്നൂസ്. ഒന്ന് 1 2 3 1 2 3 കഴിഞ്ഞിട്ട് 1 2 കൈ ഇങ്ങനെ പൊക്ക്. 1 2 3 4 5 6 7 8 9 10. നമ്മളെ പ്രധാനമന്ത്രി ആരാ? മോദക
പ്രധാനമന്ത്രി മോദക അത്ര അത് കഴുകാൻ വേണ്ടി കൊണ്ടുവച്ചാൽ ഞാൻ എൻ്റെ കോലം കണ്ടില്ലേ. മോദി, നരേന്ദ്രമോദി. എന്ത് മോദിയാ? ഉമ്മടി മുഖ്യമന്ത്രി ആരാ? പിണാറി. നമ്മുടെ മുഖ്യമന്ത്രി ആരാ? പിണാണി അല്ല, പിണറായി. പിണറായി വിജയൻ. ആരാ? പിണറായി വിജയൻ. പറയാൻ കിട്ടില്ല അല്ലേ? അപ്പോൾ ഉപ്മാവൊക്കെ ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അടുക്കളയിൽ കർപ്പൂരം കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ അതാ ഞാനവിടെ ഇരുന്ന് ഉപ്മാവ് കഴിക്കണം. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പൊന്നൂസും പാറുട്ടിയും ഉമർത്തിരുന്നിട്ടാണ് കേട്ടോ അവരെന്ന് ഭക്ഷണം കഴിക്കാറ്. അവർക്ക് കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല മഴയാണ് കേട്ടോ, പൊരിഞ്ഞ മഴയാണ് പുറത്ത്. എന്താ പറയുക, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. നിറയെ പുല്ലായിട്ടോ മുറ്റത്തൊക്കെ, പറിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലാണ്ടായിക്കണു. അപ്പോൾ അതാ ടി വി പറഞ്ഞ പോലെ മഴക്കാലമായി കഴിഞ്ഞാൽ ഡിഷിന് എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉപ്മാവ് കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയാവുമെന്ന് അറിയില്ല. നാളെ ദിവസം കഴിച്ചിട്ട് അപ്പം തന്നെ ഛർദ്ദിച്ചു കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് എടുത്തുള്ളൂ, പേടിച്ചിട്ട് ഇനി ഛർദ്ദിച്ചാലോ എന്ന് വെച്ചിട്ട്. ഈ ഇടയായിട്ട് എനിക്ക് അങ്ങനെ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റണില്ല. എന്താണെന്നറിയില്ല, ഗ്യാസിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഛർദ്ദിയൊന്നുമില്ല, പക്ഷെ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഗ്യാസിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാനേ പറ്റണില്ല തീരെ. ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറയണം. അപ്പോൾ ഞാൻ ഈ ഇടയായിട്ട് ഹെയർ ആയാലും സ്കിന്നിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഹെയറിലെന്ന് പറയുമ്പോൾ ഞാൻ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഇടാറുള്ളതാണ്. ഇപ്പം എണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ റോസ്മേരിയുടെ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ മുടി കൊഴിച്ചിലൊന്നുമില്ല അങ്ങനെ. എന്താ പറയുക, ഇപ്പം സ്കിന്നിൻ്റെ കാര്യത്തിൽ ഞാൻ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പാക്കും കാര്യങ്ങളും ഇടാറുണ്ട്. വൈറ്റ് ഹെഡ്സ് വരുമ്പോൾ കളയാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ആകെ കൂടി ചെയ്യണത് ഓയിൽ, ക്യാരറ്റും ബീറ്റ്റൂട്ട് ഇട്ടിട്ടുള്ളൊരു ഓയിലുണ്ട്, അത് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ മുഖത്തെ കുരു വന്ന പാടുകളൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ആയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തേ. പിന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3-4 മാസമായി. നല്ല രീതിയിൽ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നല്ല കുരുക്കളൊക്കെ വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മായാനും ഒക്കെ നല്ലതാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റന് നല്ലതാണെന്നാണ് കേട്ടത്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയ പോലും തോന്നില്ല, എന്നാലും മുഖത്തെ പാടുകൾക്ക് നല്ല കുറവുണ്ട്. പിന്നെ ഞാനിത് യൂസ് ചെയ്യുമ്പോൾ ചുണ്ടിലും കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്കാണ്, പക്ഷെ ഇത് യൂസ് ചെയ്താൽ പിന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ചുണ്ട് നല്ല കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഓയിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കുളിക്കുക. അപ്പോൾ അത്ര നേരം നമ്മുടെ സ്കിന്നിലായാലും ഹെയറിലായാലും ഓയിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ പണികളും നടക്കും, എല്ലാം നടക്കും. അപ്പോൾ ഇത് അവിടെ വീട്ടിൽ നിറയെ കാന്താരി മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനും നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നല്ല പച്ചമഞ്ഞളുണ്ടല്ലോ, അത് മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരു ഫേസ് പാക്കും ക്രീമുകളും ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ കിണറ്റിൽ വെള്ളം നിറഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസം മഴ കുറഞ്ഞപ്പോൾ അങ്ങോട്ട് താന്നു. അതിലൊരു തേങ്ങ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. നിറയെ കാടായിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി വെട്ടാൻ പറ്റില്ല, കാരണം കിണർ കെട്ടാത്ത കാരണം ഇടിയാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറി വെട്ടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോണത് മഞ്ഞൾ പറിക്കാനാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ ഇഷ്ടംപോലെ മഞ്ഞളുണ്ട്. പറമ്പിൽ വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം പന്നികളുള്ള കാരണം. ഇപ്പം അച്ഛൻ ഏട്ടൻ കുരുമുളക് തൈകൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളകൊക്കെ ആകുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമില്ല. അല്ലാണ്ട് നമുക്കിങ്ങനെ മരച്ചീനിയോ അങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും വയ്ക്കാൻ പറ്റില്ല. മഞ്ഞൾ പിന്നെ പന്നി കുത്തില്ല കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾ വീണ്ടും മുളച്ച് വന്നാൽ നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ ഞാൻ ഈ പറഞ്ഞ പോലെ പറിച്ചിട്ട്, ഇപ്പം അത് മാത്രമാണ് നമ്മൾ സ്കിന്നിന് വേണ്ടി ഇപ്പോൾ ചെയ്യാറുള്ളൂ. പിന്നെ ഈ പ്രഗ്നൻസി ടൈമായി കാരണം ഒന്നും ക്രീമുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതാകുമ്പോൾ കേടുകളൊന്നും ഇല്ലല്ലോ, നാച്ചുറലായിട്ടുള്ള സംഭവമാണ്, നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിറയെ അങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടാവും കേട്ടോ, അങ്ങനെ മഞ്ഞളിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ നിറയെ പുല്ലുണ്ട് കേട്ടോ. പുല്ലുകളൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ 2ാമത് കിളുത്ത് വന്നതാണ് കേട്ടോ പറമ്പിത്തെ.
അപ്പോൾ മഞ്ഞൾ ഞാൻ പറിച്ചപ്പോൾ അവിടെ പൊട്ടിയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ നിന്ന് പറക്കുകയാണ്. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പം ഞാൻ അന്നൊന്നും എത്ര സോപ്പിട്ട് കഴുകിയാലും മുഖത്ത് ഒരു മഞ്ഞ നിറം ഉണ്ടാവും. ഇത് നമ്മൾ പാൽപ്പാടയിൽ മിക്സ് ചെയ്ത് പറ്റും. അപ്പോൾ എല്ലാവരും ചോദിക്കും വെളുക്കാനാണോ പറ്റണേ ചോദിക്കും. അപ്പോൾ അത് വെളുക്കാനല്ല, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. എന്താ പറയുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും സ്കിന്നിന്. എന്താ പറയുക, അതുപോലെ കുരുക്കളൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റാൻ നല്ലതാണ്. ചെറുപ്പത്തിൽ എൻ്റെ മുഖത്ത് നിറയെ കുരുക്കളുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഞാൻ എന്നും പറ്റണൊരു സംഭവമാണ് കേട്ടോ മഞ്ഞൾ. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കണം കാരണം ഞാൻ വീണ്ടും എന്താ പറയുക യൂസ് ചെയ്ത് തുടങ്ങിയിട്ടോ. കാരണം ഈ ടൈമിൽ അങ്ങനെ കുരുക്കളൊന്നും വരാറില്ല. എന്നാലും നമ്മളൊന്നും ചെയ്യണില്ല മുഖത്തിന് വേണ്ടിയിട്ട്, സ്കിന്നിന് വേണ്ടി ഒന്നും ചെയ്യണില്ല. അത് കാരണം വിചാരിച്ചു ഇതാകുമ്പോൾ നാച്ചുറലാണ്, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എണ്ണ ഉണ്ടാക്കാം. പണ്ടൊക്കെ ഞാൻ എണ്ണ ഉണ്ടാക്കാറുണ്ട്. ഇതും ആര്യവേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക എണ്ണ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുളിക്കാൻ നേരത്ത് കരിമീൻ കല്ലുമീൻ മുഖത്തൊക്കെ പറ്റാൻ നല്ലതാണ്. അപ്പോൾ ഇപ്പം ഞാൻ എണ്ണ ഈ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്യണ കാരണം അത് യൂസ് ചെയ്യണില്ല. അപ്പോൾ ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ഞൾ ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്താ പറയുക, ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ പോരെ ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ഈ രണ്ട് അപ്ലൈ ചെയ്യാനാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കാരണം ഞാൻ ജസ്റ്റ് ചെയ്യണമെന്നുള്ളൂ. അന്ന് ക്യാരറ്റ് ഓയിൽ വീട്ടിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പം അന്ന് മഞ്ഞൾ കിട്ടാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആ ഓയിലിൽ തന്നെ മഞ്ഞൾ ഇട്ടിട്ട് കാച്ചി ഓടുന്നു. ഇതങ്ങനെ ഇടാൻ പറ്റില്ല. അത് കാരണം ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ. മഞ്ഞൾ ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കൊന്നുമല്ല ചെയ്യാറ്. നമ്മുടെ അലക്കക്കല്ലുമ്മ പണ്ടൊക്കെ ചെയ്യണ പോലെ ഉരച്ച് പറ്റാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കണേക്കാളും മുന്നേ നമ്മളിന്ന് എന്ത് തിരഞ്ഞിട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ കടിത്തുമ്പ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ. ഈ ചൊറിയണ ഇലയില്ലേ, അതിന് വേറെ എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ കടിത്തുമ്പ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ പറയുക, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറി വെക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടു. പിന്നെ ഈ കറക്കിയുടെ സമയത്ത് അതൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് എന്താ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പറക്കിറങ്ങിയതാണ്. കൈയൊക്കെ ചൊറിഞ്ഞൊരു ഇതായിട്ടോ. പക്ഷെ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലൊന്നുമില്ല. നമുക്ക് എന്താ പറയുക താങ്ങാവുന്ന രീതിയിലുള്ളതുള്ളൂ. നമുക്ക് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. കൈ ചൊറിഞ്ഞിട്ട് വയ്യാട്ടോ. ഞാൻ അതുവരെ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല, ഇത് കഴിച്ചിട്ടില്ല. അത് കാരണം പൊട്ടിച്ചതാണ്. നമുക്ക് നോക്കാം. എനിക്കറിയില്ല വെക്കാനായിട്ട്. അമ്മ വരട്ടെ.